ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശേഖരൻ സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മീനാക്ഷി അമ്പലത്തിൽ പോയി തിരികെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുന്ന മീനാക്ഷിയോട് തുളസിയേട്ടൻ നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്നും ഇത് ഞങ്ങൾ തീരുമാനിക്കുകയാണെന്നും അവരടുത്ത് തന്നെ നിന്നെ പെണ്ണ് കാണാനായി വരുമെന്നൊക്കെ തുളസിയേട്ടൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ മീനു അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും തുളസിയേട്ടൻ പറയുന്നുണ്ട്, ആലോചന തീരുമാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ മോളെ മറക്കേണ്ടി വരും. ഇതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നീ മറക്കാനായി ഇനി മുതൽ ശ്രമിക്കണമെന്നൊക്കെ തുളസിയേട്ടൻ പറയുമ്പോ മീനാക്ഷി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മീനാക്ഷി കുഞ്ഞിനെയും എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിലാണ്. നിന്റെ കരച്ചില് കേട്ട് പ്രസന്നയും തുളസിയേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. തുളസിയേട്ടന് കുഞ്ഞിന്റെ കരച്ചില് കേട്ട് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒന്നിനെ വളർത്തേണ്ട ഗതികേട് ആർക്കും തന്നെ വന്നിട്ടുണ്ടാവില്ല. ധൈര്യക്കേടെന്ന് പറഞ്ഞ ഇങ്ങനെയും ഉണ്ടോ എന്ന് തുളസിയേട്ടൻ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് മീനാക്ഷി പ്രസന്നയോട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. ഇതും കല്യാണം കഴിക്കാതെ അമ്മയായവൾ. അങ്ങനെയുള്ള എന്നെ ആ പെണ്ണ് കാണാൻ വരുന്നവർ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മീനാക്ഷി ചോദിക്കുന്ന ഉത്തരത്തിനൊന്നും മറുപടിയില്ലാതെ പ്രസന്ന അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ബ്രോക്കർ ദാസപ്പൻ വീണ്ടും രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. രാജലക്ഷ്മിയും ദാസപ്പനും സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് രാജലക്ഷ്മിയുടെ ഇളയ മകൻ വിഷ്ണു വരുന്നുണ്ട്. പിന്നീട് മൂന്നുപേരും സംസാരിച്ചുകൊണ്ട് രാജലക്ഷ്മി ബ്രോക്കറോട് പറയുന്നുണ്ട്, നീ ഇവന് വേണ്ടി വേറെ ഏതു പെൺകുട്ടിയെയും ആലോചിക്കണ്ട, മീനാക്ഷി തന്നെ മതി. എനിക്ക് ആ കുട്ടിയെ വളരെ ഇഷ്ടമായി. ഇത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് പെണ്ണ് കാണാൻ വരുമെന്ന് ദാസപ്പൻ അവിടെയുള്ളവരോട് പറയണമെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട്. വിഷ്ണുവിനും അത് സമ്മതമാണ്. അതിനുശേഷം മീനാക്ഷിയെ പെണ്ണു കാണാനായി വിഷ്ണു തുളസിയേട്ടന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. മീനാക്ഷി ചായയുമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.